ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയൊരു കറക്കമായാലോ. ഒന്ന് ചുറ്റിയടിച്ച് വരാം. വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് ചേട്ടൻ ലീവുണ്ട്. നാലാൾക്കും കൂടി ബൈക്കിൽ എന്തായാലും പോകാൻ പറ്റില്ല. കാർ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളിതാ ഒരു 10:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതാ പോകുന്നുണ്ട്. കാറിൽ കയറിയാൽ മക്കൾ രണ്ടാളും രണ്ട് സൈഡിലോട്ടിരിക്കും. എന്നാൽ രണ്ടാൾക്കും സൈഡ് സീറ്റിലിരിക്കണം. അപ്പോൾ അങ്ങനെ ഇരുന്ന് നമ്മളിതാ പോകുന്നുണ്ട്. എവിടെയാണ് പോണതെന്ന് വെച്ചാൽ ഇന്ന് ഉച്ചത്തെ ഭക്ഷണം വെളിയിൽ നിന്നാണ്. പിന്നെ ഒന്ന് പാർക്കിൽ പോകണം കുട്ടികളെയൊക്കെ കൊണ്ട്. വൈത്തിരിയിലൊരു പുതിയ പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് അറിഞ്ഞ് അപ്പോൾ അവിടെ ഒന്ന് പോകാമെന്ന് വെച്ച്. ഇനിയിപ്പം ട്യൂഷനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവരോടൊന്നും പോക്ക് നടക്കില്ല. പിന്നെ സ്കൂൾ തുറക്കലായി. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഒന്ന് വൊമിറ്റ് ചെയ്യണമെന്നൊക്കെ തോന്നി ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ കാപ്പിത്തോട്ടമാണ് പുറകിൽ കേട്ടോ. അവിടെയൊക്കെ ഒന്ന് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും പോകാൻ തുടങ്ങി. അപ്പോൾ അടുത്ത് ഒരു കടയുണ്ട്. ആ കടയിൽ നിന്ന് ഇതിൽ നിന്ന് 2 സാധനം വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങിക്കൊടുത്തു. പിന്നെ അവർക്ക് ചോക്ലേറ്റ് ഒന്നും വേണ്ട, ചിലപ്പോൾ ഛർദ്ദിച്ചാലോ, ഉപ്പിലിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിലിട്ട കൂടി വാങ്ങി കാറിൽ വെച്ചാൽ അത് കഴിച്ചിരിക്കുമ്പോൾ പിന്നെ വല്ലാണ്ട് അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, പിന്നെ നെല്ലിക്കയും കട്ട് ചെയ്ത മാങ്ങയുണ്ട്, പിന്നെ മുഴുവൻ മാങ്ങയുണ്ടായിരുന്നു, പിന്നെ ഇതാ അരി നെല്ലിക്ക ഉണ്ടായിരുന്നു, തേൻ നെല്ലിക്കയും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പിലിട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ട്. പൈനാപ്പിളും മാങ്ങ കട്ട് ചെയ്തതും മുഴുവൻ മാങ്ങയും നെല്ലിക്കയും ഒക്കെ വാങ്ങി കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിരിക്കുമ്പോൾ തന്നെ കാറിലിരിക്കുമ്പോൾ അങ്ങനെ വൊമിറ്റ് ചെയ്യാനൊന്നും തോന്നില്ല. അപ്പോൾ കുറച്ച് കൂടെ അങ്ങോട്ട് ചെന്നാൽ നമുക്ക് പിന്നെ ഫുഡ് കഴിക്കാനുള്ളതാണ്. എന്നാലും ഇത് വൊമിറ്റൊന്നും ചെയ്യേണ്ട, വെറുതെ ഇരിക്കുകയല്ലേ. അപ്പോൾ ഇരിക്കുമ്പോൾ ഇതിൽ നിന്ന് കഴിച്ച് അങ്ങ് പോകാമെന്ന് വെച്ച്. പിന്നെ ചോളം ഉണ്ടായിരുന്നു കേട്ടോ, പച്ച ചോളം ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ഇത് ഒന്ന് റെഡിയാക്കിയൊക്കെ തരും. പിന്നെ ഇത് വല്ലാണ്ട് അങ്ങോട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അത് വാങ്ങിയില്ല. ഉപ്പിലിട്ടൊക്കെ മാത്രം വാങ്ങി. പിന്നെ ഇത് ഈ ബബിൾ പോലത്തെ ഒരു സംഭവമുണ്ട്, അതും വാങ്ങി. കുട്ടികൾക്ക് അത് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി, അതും വാങ്ങി. ഇനി കാറിലിരുന്ന് ഉപ്പിലിട്ടൊക്കെ ഇങ്ങനെ കടിച്ച് പറിച്ച് അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഇതാ അടുത്ത ഹോട്ടൽ എത്താറായി. ഹോട്ടലിൽ ഇറങ്ങി ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോവാം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോയില്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ ഒരുപാട് ലേറ്റാവും. അപ്പോൾ ഉച്ച സമയമായി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ചട്ടിച്ചോറ് കഴിക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ചട്ടിച്ചോറ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചട്ടിച്ചോറ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അത് തന്നെ ഓർഡർ ചെയ്തു. എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഇത് തന്നെയല്ലേ അങ്ങനെ എടുത്തിരുന്നപ്പോൾ കുറച്ച് പായസം കൊണ്ടുവച്ചു കേട്ടോ. സേമിയായിരുന്നു. സേമിയ പായസവും രസവും കൊണ്ടുവച്ചിട്ടുണ്ട്. മൺപാത്രമാണ്, നല്ല രസമുണ്ടല്ലേ. രസമല്ല, നല്ല ഭംഗിയുണ്ടല്ലേ ആ പാത്രമൊക്കെ കാണാൻ. അങ്ങനെ മോളൂസ് ഇത്തിരി കുടിച്ചു. കുറച്ച് എരിവൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചട്ടിച്ചോറ് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് ആ ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട്. അത് കഴിക്കാം. ഇറച്ചിയുണ്ട് അതിൽ, ഇറച്ചി പൊരിച്ചതുണ്ട്, ബീഫുണ്ട്, മീൻ വറുത്തതുണ്ട്, പിന്നെ പപ്പടമുണ്ട്, പിന്നെ മുട്ടയുണ്ട്, തോരനുണ്ട്, അച്ചാറുണ്ട്, പിന്നെന്താ ഗ്രീൻ പീസ് കുറുമയാണെന്ന് തോന്നുന്നുണ്ട്, അതുണ്ട്, കിച്ചടിയുണ്ട്, വെള്ളച്ചമ്മന്തിയുണ്ട്, പിന്നെ മീൻ കറിയുണ്ട്, പിന്നെ സാമ്പാറുണ്ട്, രസവും പായസവും. ഇത്രയാണുള്ളത് കേട്ടോ. അങ്ങനെ മക്കൾക്ക് രണ്ടാൾക്കും കൂടി ഒരെണ്ണം മതിയെന്ന് പറഞ്ഞ് അവർ കഴിക്കൂല, അത്ര തന്നെ കഴിക്കുള്ളൂ. അങ്ങനെ അവർക്ക് രണ്ടാൾക്കും കൂടി ഒരെണ്ണം വാങ്ങി, ഞങ്ങളും വാങ്ങി. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. വലിയ തരക്കേടില്ല. അങ്ങനെ തീരെ അങ്ങനെ ഇതായിട്ടൊന്നും കൊള്ളത്തില്ല എന്ന് പറയാൻ പറ്റില്ല, കൊള്ളാം, സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലാണല്ലോ ഇതിന്. അങ്ങനെ അത്യാവശ്യം ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടായിരുന്നു, നമ്മളതെല്ലാം കഴിച്ചു. അങ്ങനെ ഇനി ഇവിടെ നിന്ന് നമുക്ക് കുറച്ചടുത്ത് തന്നെ കേട്ടോ പാർക്ക്.
അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിച്ചു. കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇരുന്ന് കേട്ടോ, പായസമൊക്കെ കുടിച്ച്. അങ്ങനെ അതും ആ ഒരാഗ്രഹവും നടന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ തിരിച്ചു പോകണു, പാർക്കിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു കുറച്ച് അധികം ഇല്ല, കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത് ഈ ഉപ്പിലിട്ടത് കടിച്ച് പറിച്ചിരിക്കാം. അതും എടുത്തു. അങ്ങനെ ബാക്കി വന്ന ഉപ്പിലിട്ടതിൽ ഓരോന്നൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ ഇതാ പോകുന്നുണ്ട് ഞങ്ങൾ. പിന്നെന്താണ്, ഇതാ പാർക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പുറമേന്ന് കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട്. ഇനി ഉള്ളിലത്തെ കാഴ്ച നമുക്ക് കാണാം. ഇനി ഉള്ളിലാണ് പാർക്ക് ചെയ്യണത്. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ഓരോന്നായിട്ട് കണ്ട് ഇങ്ങനെ പോവാം. ഫ്രണ്ടിലൊരു ഫ്ലാറ്റ് ഉണ്ട് കേട്ടോ, നല്ല അതിഗംഭീരമായൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. അങ്ങനെ അവിടെ നിന്ന് ഇതാണ് പാർക്കിൻ്റെ തുടക്കം, അവിടെയാണ്. ഏട്ടൻ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് വരാൻ പോയ സമയത്തിന് ഞങ്ങളിവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ഇനി ഇതിലൊന്ന് കയറണം, ഈ സൈക്കിളിൻ്റെ സംഭവത്തിൽ അതുണ്ടെന്നറിഞ്ഞു. അതിൽ കയറണം, മക്കൾക്ക് കയറണമെന്നുണ്ട്, പക്ഷേ ഒരു പേടിയാണ് ഇതിലൊക്കെ കയറാൻ. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കണ്ട്. ഇത് കുട്ടികൾക്കുള്ളതാണ് കേട്ടോ, ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം കണ്ട് കുറച്ച് ഫ്ലവറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് നിന്നു. അപ്പോഴേക്കും ചേട്ടൻ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ആ പാർക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് മരങ്ങളൊക്കെ കളറായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് ഓരോ മരത്തിനും ഓരോ പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഒരു ക്യൂട്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. ഫ്രണ്ട് പോർഷൻ തന്നെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഏട്ടൻ വന്നു, അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തു. ഇനി ഉള്ളിലോട്ട് നമുക്ക് നോക്കാം. ഉള്ളിലോട്ട് ഒരു ഗുഹ പോലെയാണ് കേട്ടോ, കല്ല് ആണ്, പാറ വെച്ചിട്ട് എന്തോ സംഭവമാണ്, ഗുഹ പോലെ ഉണ്ട്. പിന്നെ ഇതിൽ കുറേ പഴയ കാലത്ത് ആധുനിക മനുഷ്യൻ അല്ലേ, അങ്ങനെയൊക്കെ ഉള്ള കുറേ ചിത്രങ്ങളൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അച്ഛനും മോളും കൂടി ഫോട്ടോ എടുക്കാൻ അങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ നിൽക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൂളറൊക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര ചൂടാണ് ഇപ്പം. പിന്നെ ഈ ചുമരുകളിലൊക്കെ ഓരോ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് പോവാം. ആദ്യമായിട്ട് അങ്ങനെ കല്ലിൽ ഉരച്ച് തീ ഉണ്ടാക്കിയതോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉള്ള അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങാം. അവിടെ പിന്നെ ഇനി സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ, ആ ക്യൂട്ടായിട്ടുള്ള കുട്ടികളുടെ ആ ഒരു സംഭവം, അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്കിതാ ബുദ്ധനും പിന്നെ കുബേരനും പിന്നെ ഇത് ഒക്കെ ഓരോ കയ്യിലിടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാ ബുദ്ധനും ഈ കുഞ്ഞു സംഭവങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇത് കുബേരൻ്റെ ഓരോ പ്രതിമകളും അങ്ങനെ ഓരോ സംഭവങ്ങൾ. ഇതാ കണ്ടോ, ബൈക്കിൻ്റെ കുഞ്ഞ് എല്ലാം കുട്ടി സാധനങ്ങളാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ വാങ്ങാനൊക്കെ. ഇത് കുഞ്ഞു കുട്ട വരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ, നല്ല രസമുണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. എനിക്കിതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതിന് നല്ല റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കുഞ്ഞൊരെണ്ണം ഒന്നല്ല, മക്കൾ ഇതെടുത്തിട്ടുണ്ട്, ഈ ഒരു സംഭവം
കരോട്ടക്കാരല്ലേ രണ്ടാളും. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ടല്ലേ, കയ്യിലിട്ടിട്ട് ഇങ്ങനെ ആക്കണത്, പുലിയും അങ്ങനെയൊക്കെ. പിന്നെ ഇതാ കൊച്ചു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടിങ്ങനെ പോവുകയാണ്. മോളോട് ഇതിൽ കളിക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് ആദ്യമൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ വീഡിയോസൊക്കെ എടുത്ത് പോയി. ഈ സംഭവത്തിൽ കയറാൻ പറഞ്ഞു കേട്ടോ, കുറേ പറഞ്ഞ്. എനിക്ക് പേടിയാണ്, മക്കൾക്ക് അതിലേറെ പേടിയുണ്ട്. ഇതിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ ഇത് ഒരു രക്ഷയും കാണൂല. പിന്നെ ഇതെന്താ അമ്പയ്യണ ഒരു സംഭവമുണ്ട്. ഇത് നമ്മളെ ഷൂട്ട് ചെയ്യണേൻ്റെത്. അതൊന്നും നമ്മൾ നോക്കിയില്ല കേട്ടോ. പിന്നെ ഇത് മിററിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിൻ്റെ ഒരു ടിക്കറ്റ് ഉണ്ട്, അതെടുത്തിട്ട് ഉള്ളിൽ വേറെ ആളുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അവരിറങ്ങിയതിന് ശേഷം നമുക്ക് അതിൽ കയറാം. ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അതാ ടിക്കറ്റ് കിട്ടി, നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയാണ് കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ എല്ലായിടവും മിറർ, എവിടെ നോക്കിയാലും മിറർ. പക്ഷെ നമുക്ക് പോകാനുള്ള വഴി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം എവിടെ തൊട്ടാലും അവിടെ ക്ലോസിങ്, ഇപ്പുറത്ത് തൊട്ടാലും ക്ലോസിങ്. ഇത് ഏത് വഴി പോകുന്ന ഇതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ഒരു ഐഡിയയും കിട്ടൂല. പക്ഷെ അടിപൊളി സംഭവമാണ്. കുറേ നേരം നിന്നപ്പോൾ എനിക്കൊരു ടെൻഷനുണ്ട്, ഇത് ഏത് വഴി ഇറങ്ങാൻ പറ്റൂലേ എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എന്നാലും അടിപൊളി സംഭവമാണ് കേട്ടോ. ഇതിലൊരാളിന് 50 രൂപ വെച്ചിട്ട്, 4 ആൾ 200 രൂപയാണ് ടിക്കറ്റ്. അങ്ങനെ 200 രൂപയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അടിപൊളി ഒരു സംഭവമാണ്. ഇതിൻ്റെ ഓരോ സൈഡ് നമ്മൾ 4 ആൾ 4 സൈഡിലും ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട്. അവിടെ എല്ലാം മിറർ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരിടവും ഓപ്പൺ അല്ല. പിന്നെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് എനിക്കറിയില്ല. കുറേ ഞങ്ങൾ കിടന്ന് കറങ്ങി അവസാനം ഇതിൻ്റെ ഒരു വഴി കണ്ടുപിടിച്ചു. അങ്ങനെ എവിടെ നോക്കിയിട്ട് ഒരു രക്ഷയും ഇല്ല. അങ്ങ് നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടോ ഇത്. ഞാനിതിൻ്റെ ഉള്ളിൽ നടന്ന് വീഡിയോ എടുപ്പായിരുന്നു. കൂടുതലും അവരാണ് വഴി കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അച്ഛനും മക്കളും കൂടി എല്ലായിടത്തും പോയി നോക്കി തളർന്നു. അത്രയ്ക്ക് സംഭവമായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ലാസ്റ്റ് എന്തായാലും നമ്മളിതാ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് സമാധാനമായി കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ ഇനി എന്താണ്, ഇതുണ്ട് സംഭവം. ഇതിൻ്റെ ഉള്ളിൽ കയറി പേടിച്ച് പോണ്ടല്ലോ. പിന്നെ രണ്ടാമത് തിരിച്ച് വന്നിട്ട് ഇളയ മോളെ ഇതിലോട്ട് ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവൾക്ക് ഒറ്റയ്ക്ക് കയറാൻ വലിയ ഒരു ഇതില്ല. പിന്നെ 10 വയസ്സിന് താഴെയുള്ള കുട്ടിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ മൂത്ത മോൾക്ക് ടിക്കറ്റ് കിട്ടൂല. പിന്നെ ഇളയാൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് വല്ലാത്ത ഇത് കളിയൊന്നും വന്നില്ല. എങ്കിലും കുറച്ച് നേരം ഞങ്ങളവിടെ ഇരുന്ന് അവളെ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വിട്ട്. അങ്ങനെ കുറേ കുട്ടികളുണ്ടായിരുന്നു. അവരൊന്ന് കളിച്ച് ചാടി മറിഞ്ഞ് വരട്ടെ എന്ന് വിചാരിച്ചു. അവൾക്ക് ഇത്തിരിയൊക്കെ കളിച്ചപ്പോൾ തന്നെ മതി എന്നുള്ള ഒരിതായിരുന്നു. പിന്നെ ഞങ്ങൾ പറഞ്ഞു കുറച്ച് നേരം കൂടി കളി എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഉള്ളിലൊക്കെ അവൾ ചാടിക്കളിച്ച് അങ്ങനെ അവളെ ഒരു സന്തോഷം അതിലങ്ങനെ ആയി. ഞങ്ങളിതാ അവളെ വെയിറ്റ് ചെയ്ത് അവിടെ അങ്ങനെ ഇരുന്നു. പിന്നെ അവൾക്ക് മതി എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ പാത്രങ്ങളിതും ഇത് കണ്ടില്ലേ, കിളിക്കൂട്, അങ്ങനെ ഓരോരോ സംഭവങ്ങൾ വാങ്ങാൻ നിന്നാൽ ഒരുപാട് സാധനമുണ്ട്. ഇത് തേനിൻ്റെ ഒരിതാണ്, ഇത് ചോക്ലേറ്റിൻ്റെ ഒരു
അത് മൊത്തത്തിൽ എന്ത് പറയാൻ എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല അടിപൊളി വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇത് ഒരേ ഫ്രൂട്ട്സിൻ്റെ ക്രഷ് എല്ലാം ഉണ്ട്. ബാഗൊക്കെ സൂപ്പറാണ്. പക്ഷേ ഭയങ്കര റേറ്റാണ് കേട്ടോ. ഞങ്ങളൊന്നും നോക്കിയില്ല. പിന്നെ ഇത് ആലോവേര ജെല്ല്, പപ്പായയും കൂടെയുള്ള ജെല്ല് മിക്സാണ്. അത് ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. വാങ്ങി തിരിച്ച് വന്നപ്പോൾ ഇതാ കോഫിയും ഒരു കട്ട്ലേറ്റും ഒക്കെ ഞങ്ങൾ കഴിച്ചു. അവിടെ നിന്ന് അടുത്തതാ കുറേ ഫ്ലവറും ചെടികളെല്ലാം അവിടെ സെറ്റായി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കൊരു സംഭവത്തിൽ കയറാം. ഇതാണ് സംഭവം, സ്കൈ സൈക്ലിംഗ് ആണ്. അതിൽ നമുക്കൊന്ന് കയറി നോക്കാം. അതിൽ 2 ആളും കയറുന്നുണ്ട് കേട്ടോ. അവർ കയറാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ എന്തോ ഒരു ധൈര്യക്കുറവ്. കുറേ ആയിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൽ കയറണം എന്നൊക്കെ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആ സംഭവമൊക്കെ ഇവിടെ ഉണ്ട്. കുറച്ച് അങ്ങനത്തെ വെറൈറ്റികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ആളെയും കൂടി ഒരു സൈക്കിളിലാക്കി നമുക്ക് അതിലോട്ട് വിടാമെന്ന് വിചാരിച്ചു. ഇളയാളിന് കാലിങ്ങനെ എത്തത്തില്ല കേട്ടോ ചവിട്ടാനായിട്ട്. അപ്പം മൂത്ത മോളെ ഫ്രണ്ടിലാക്കി, മറ്റാളെ ബാക്കിലും ആക്കി. നല്ല പേടിയുണ്ട് കേട്ടോ 2 ആൾക്കും. എന്നാലും എന്താ പോണുണ്ട്. അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. നമ്മളിത് കാല് ചവിട്ടി പോകുമ്പോൾ അങ്ങ് പൊയ്ക്കോളും. കുറച്ച് ദൂരമേ ഉള്ളൂ. ചിലയിടത്തൊക്കെ നല്ല ദൂരമുണ്ട്. ഇത് കുറച്ച് അധിക ദൂരമൊന്നുമില്ല. ഇനി അടുത്ത് അത് തിരിച്ച് വരും, അത്ര തന്നെ. ഇത് ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ ഇതിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരുപാട് പൈസയൊന്നും അത്ര പൈസയൊന്നുമില്ല, എന്നാലും നമുക്കിതിലൊക്കെ കയറാൻ ഒരു അവസരമായില്ലേ. അപ്പോൾ ചെറിയൊരു പൈസ എല്ലാത്തിനും ഉണ്ട് കേട്ടോ. 2 ആൾക്കും കൂടെ 200 രൂപയാണ് ഇതിൽ കയറാൻ. പിന്നെ 2 സൈക്കിളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിലാക്കാം. പിന്നെ 2 ആൾക്കും ഒരു പേടിയുണ്ട്, അതുകൊണ്ട് 2 ആളെയും കൂടി ഒറ്റ സൈക്കിളിലുള്ള ഇതിൽ നമ്മളാക്കി വിട്ടിട്ടുണ്ട്. ഇതാ വന്നു, അവരെ പേടിയൊക്കെ മാറി നല്ലതായിട്ട് ചിരിച്ചിങ്ങ് പോന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരാഗ്രഹവും കൂടി നടന്നു. ഇനി അടുത്ത് ഒരു സംഭവമുണ്ട് നമുക്ക്. ഇനി ഞാനും ചേട്ടനും കൂടിയാണ് കേട്ടോ അടുത്ത സംഭവത്തിലോട്ട് കയറാൻ. ഇതിലോട്ട് മക്കൾക്ക് കയറാനൊക്കെ അവരെ വിടാനും നമുക്കൊരു ടെൻഷനുണ്ട്. അപ്പോൾ അവർക്കും ഒരു പേടിയുണ്ട്. ഇതിൻ്റെ പേരാണ് സിപ്പ് ലൈൻ കേട്ടോ. ഇതിൽ കയറാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 ആൾ എന്തായാലും ഞാൻ കയറുന്ന ചേട്ടൻ വന്നേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ 2 ആളും ഞങ്ങളിതാ ഇതിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എന്താവുക എന്നൊക്കെ ഞാൻ പറഞ്ഞു നിൽക്കുകയാണ്. നല്ല ടെൻഷനുണ്ട് കേട്ടോ. ഇത് എങ്ങനെയാണ് ഈ ഒരു റോപ്പിൻ്റെ പുറത്താണ് ഞങ്ങളെ വെയിറ്റ് മുഴുവൻ ഇരിക്കണത്. ചേട്ടനിതാ പോയി. നല്ല പക്ഷേ എന്താ പറയുക, നല്ല വ്യൂ ആണ് കേട്ടോ ഇത്. അതിൻ്റെ അടിഭാഗത്തൊക്കെ വേറെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി വേറെ സ്ഥലത്തൊക്കെ തേയിലത്തോട്ടത്തിൻ്റെ മുകൾ ഭാഗത്തൂടി പോകുന്നത് അങ്ങനെയുണ്ട്. ഇനി ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ എന്തായാലും കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതങ്ങ് എത്താറായി. അടുത്ത എൻ്റെ ഊഴമാണ്. ഞാൻ എന്താണെന്ന് എൻ്റെ അവസ്ഥ എന്ന് അറിഞ്ഞൂടെ, എങ്ങനെയാണ് എന്താണെന്നുള്ള ഒരു ടെൻഷനിലാണ്. മൊത്തം വെയിറ്റ് ഞങ്ങളിങ്ങനെ തൂങ്ങി അങ്ങനെ അങ്ങ് പോകണം. അപ്പോൾ അങ്ങ് അടിപൊളി ഒരു സംഭവമായിരുന്നു കേട്ടോ. അതിൽ കയറിയപ്പോൾ പേടിയൊക്കെ പോയി. ആദ്യം ഇത് കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. 1-2 ആൾക്കാരൊക്കെ പോകണോണ്ട് ഭയങ്കര പേടിയാണ്. പക്ഷേ ഇതിൽ കയറണമെന്നൊരാഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ആ സംഭവത്തിനും കയറി. അങ്ങനെ ആ ഒരാഗ്രഹവും സാധിച്ചു. അപ്പോൾ നമുക്ക് ഇപ്പോഴല്ലേ ഈ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിക്കാൻ പറ്റും. കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കില്ല. ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ നമുക്ക് ജീവിതത്തിൽ ഓർമ്മിച്ചിരിക്കാനുള്ള ചെറിയ സന്തോഷങ്ങളും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ പോകണത് തന്നെ ഉണ്ടാവുകയുള്ളൂ നമ്മളെ ജീവിതത്തിൽ. നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റിയ ചില നിമിഷങ്ങൾ ഇതൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.